ഇന്ന് നമുക്ക് നമ്മുടെ ഒരു 100 സെന്റൻസ് ആണ്. അതായത് ഗ്രാമർ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി പോകും. നിങ്ങളത് വായിക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നും നോക്കി വായിക്കുക കേട്ടോ. സീ യു എറൗണ്ട്. സീ യു എറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും കാണാം. കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം പറയാതെയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും പറയാതെ നമ്മൾ പറയുന്നതാണ് സീ യു അറൗണ്ട്, വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് വൺ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് വൺ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു, നിങ്ങളായി സംസാരിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമായിരിക്കുന്നു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഇതെപ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് ആ സംസാരം നിർത്തുമ്പോഴാണ് നമ്മളിങ്ങനെ പറയേണ്ടത്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. വെൽ ഡൺ, നന്നായി ചെയ്തു. ഒരാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അഭിനന്ദിക്കുന്നതാണ് വെൽ ഡൺ. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്, നിങ്ങളുടെ നല്ല പ്രവൃത്തി, ഇങ്ങനെയൊക്കെ നല്ലത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയേണ്ടതാണ് കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. നത്തിങ് എൽസ് താങ്ക്സ്, ഒന്നുമില്ല, നന്ദി, കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതാണ് നത്തിങ് എൽസ് താങ്ക്സ്. എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും വേണോ? എനിത്തിങ് എൽസ്, കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് എനിത്തിങ് എൽസ്. ദാറ്റ്സ് ഓൾ, അത്രമാത്രം, കൂടുതലൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ നമ്മൾ പറയണതാണ് ദാറ്റ്സ് ഓൾ. ഐ ഡോണ്ട് തിങ്ക് സോ, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഒരു കാര്യം സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നതാണ് ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് സോ, ഞാൻ അങ്ങനെ കരുതുന്നു. ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ കരുതുന്നു. ഐ തിങ്ക് സോ. ആർ യു ഷുവർ, നിങ്ങൾക്ക് ഉറപ്പാണോ? ജസ്റ്റ് എ മൊമെന്റ്, ഒരു നിമിഷം, നമ്മൾ കാത്തു നിൽക്കാൻ പറയില്ലേ, ജസ്റ്റ് എ മൊമെന്റ്. ലെറ്റ് മീ സീ, ഞാനൊന്ന് നോക്കട്ടെ. നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം ലെറ്റ് മീ സീ, ഞാനൊന്ന് നോക്കട്ടെ, എനിക്കത് നോക്കാനുള്ള സമയം താ. ഐ ഡോണ്ട് ഹാവ് ടൈം, എനിക്ക് സമയമില്ല. ഐ എം ബിസി റൈറ്റ് നൗ, ഇപ്പം ഞാൻ തിരക്കിലാണ്. മേ ബി ലേറ്റർ, ഒരു പക്ഷേ പിന്നീട്. മേ ബി ലേറ്റർ, ഒരു പക്ഷേ പിന്നീട്. പിന്നീട് ഒരു കാര്യം നമുക്ക് ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നത്. അബ്സല്യൂട്ട്ലി, തീർച്ചയായും. ഓഫ് കോഴ്സ്, അതേപോലെ തന്നെയാണ് തീർച്ചയായും. വൈ നോട്ട്, എന്തുകൊണ്ട് പാടില്ല? വൈ നോട്ട്, എന്തുകൊണ്ട് പാടില്ല? നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നീ എന്നോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. വൈ നോട്ട്, എന്തുകൊണ്ട് പാടില്ല? വെർ ആർ യു ഗോയിങ്, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? വെൻ ഈസ് ഇറ്റ്, അത് എപ്പോഴാണ്? ഒരു എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ട് ആ സമയം എപ്പോഴാണ്? വെൻ ഈസ് ഇറ്റ്. എപ്പോഴാണ് കല്യാണം? എപ്പോഴാണ്? വെൻ ഈസ് ഇറ്റ്. ഹു ഈസ് ദാറ്റ്, അതാരാണ്? വാട്ട് ഇസ് ദാറ്റ്, ഇതെന്താണ്? ഹൗ ഡു യു സ്പെൽ ദാറ്റ്, നിങ്ങളത് എങ്ങനെയാണ് എഴുതുന്നത്? അതായത് വാക്കിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഹൗ ഡു യു സ്പെൽ ദാറ്റ്. ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്, ഒന്നും കൂടി അതൊന്ന് പറയാമോ? വാട്ട് യു മീൻ, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഡസിൻ മാറ്റർ, അതൊരു പ്രശ്നമല്ല, ആ കാര്യത്തിന് പ്രാധാന്യമില്ല. ഇറ്റ് ഡസിൻ മാറ്റർ. നെവർ മൈൻഡ്, കാര്യമാക്കേണ്ട. അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റോ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അത് നമ്മൾ കാര്യമാക്കണ്ട. നെവർ മൈൻഡ്. ദാറ്റ്സ് ടു ബാഡ്, ഭയങ്കര മോശമായിപ്പോയി നീ ചെയ്തത്. ദാറ്റ്സ് ടു ബാഡ്. ദാറ്റ്സ് ഗ്രേറ്റ്, അത് വളരെ നല്ലതാണ്. ഐ ഹോപ്പ് നോട്ട്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് നോട്ട്. ഐ ഹോപ്പ് സോ, അങ്ങനെ പ്രതീക്ഷിക്കുന്നു, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഐ ഹോപ്പ് സോ. ഹാവ് ഫൺ, നന്നായി ആസ്വദിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഹാവ് ഫൺ. ഗുഡ് ലക്ക്, എല്ലാ ആശംസകളും. ടേക്ക് ഇറ്റ് ഈസി, സമാധാനവും യാത്ര പറയുമ്പോഴോ ഉപദേശം നൽകുമ്പോഴോ ഒക്കെ നമുക്ക് പറയാം ടേക്ക് ഇറ്റ് ഈസി. നോ വറീസ്, വിഷമിക്കേണ്ട. സൗണ്ട്സ് ഗുഡ്, നല്ലതായി തോന്നുന്നു. ഇപ്പം നമ്മൾ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാനൊക്കെ വിളിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പറയാം സൗണ്ട്സ് ഗുഡ്. മേ ബി നെക്സ്റ്റ് ടൈം, ഒരു പക്ഷേ അടുത്ത തവണ. ഐ ഡിസ്അഗ്രി, എനിക്ക് അതിനോട് യോജിപ്പില്ല. ഐ എഗ്രി, ഞാൻ യോജിക്കുന്നു. യു ആർ റൈറ്റ്, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. റിയലി, ശരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരാത്ത കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നതാണ് റിയലി. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, അത് നല്ല രസമുള്ളൊരു കാര്യമായിരുന്നു. ഐ തിങ്ക്, ഞാൻ കരുതുന്നത്. ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്താണോ പറയേണ്ടത് അത് പറയാം. ഞാൻ കരുതുന്നത്. വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സെയിം ആസ് യൂഷ്വൽ, പതിവ് പോലെ, പ്രത്യേകിച്ചൊന്നുമില്ല. സെയിം ആസ് യൂഷ്വൽ. പ്രിറ്റി ഗുഡ്, വളരെ നന്നായിരിക്കുന്നു. നോട്ട് ബാഡ്, മോശമില്ല. വാട്സപ്പ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ ഈസ് ഗോയിങ്, എങ്ങനെയുണ്ട്?
ഇനി നമുക്ക് കുറച്ച് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ കൂടി പറയാം. ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയും ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമാണോ, വാട്ട് ഇസ് യുവർ നെയിം, പേരെന്താണ്, നൈസ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഇതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. നൈസ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. പ്ലീസ്ഡ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടുമുട്ടി സന്തോഷമുണ്ട്. ഗുഡ് ബൈ, വിട, നമ്മൾ യാത്ര പറയുമ്പോൾ പറയുന്നതാണ്. ബൈ, അതും അങ്ങനെ പറയാം. സി യു ലേറ്റർ, പിന്നീട് കാണാം. സി യു സൂൺ, ഉടനെ കാണാം. താങ്ക് യു, താങ്ക്സ്, യു ആർ വെൽക്കം, എക്സ്ക്യൂസ് മീ, ഐ എം സോറി, പ്ലീസ്, യെസ്, നോ, മേ ബി, ഇതൊക്കെ നമുക്ക് അറിയണ വാക്കുകളാണ്. പക്ഷെ നമ്മൾ പറയേണ്ട സമയത്ത് മറന്നു പോവാണ്. ഐ ഡോണ്ട് നോ, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ. ഹൗ മച്ച് ഈസ് ദിസ്, ഇതിന് എന്താ വില. അപ്പോൾ ഹൗ മച്ച് ഈസ് ദിസ് ആണ് ഒന്നിൻ്റെ വില ചോദിക്കുമ്പോഴാണ്. വേർ ഈസ് ദ, ഇതിൻ്റെയൊക്കെ വേർ ഈസ് ദ ഹോസ്പിറ്റൽ, വേർ ഈസ് ദ, എന്താണോ അത് ചോദിക്കേണ്ടത് വേർ ഈസ് ദ ചോദിക്കാം. വാട്ട് ടൈം ഈസ് ഇറ്റ്, ഇപ്പോഴെത്രയായി സമയം. ഇനി എനിക്ക് എന്തെങ്കിലും വേണം, ഐ നീഡ്, ഐ വാണ്ട്. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം, എങ്ങോട്ടെങ്കിലും പോകാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ലെറ്റ്സ് ഗോ, പോകാം. കം ഹിയർ, ഇങ്ങോട്ട് വാ. ഗോ എവേ, ദൂരെ പോകൂ, പോകാൻ ആവശ്യപ്പെടുന്ന ദൂരെ വേ. ഗോ എവേ, ദൂരെ പോകൂ. ഹറി അപ്പ്, വേഗം വരൂ. വെയിറ്റ് എ മിനിറ്റ്, ഒരു നിമിഷം കാത്തിരിക്കൂ. വാട്ട്സ് റോങ്, എന്താ കുഴപ്പം. ഐ എം ടയേർഡ്, എനിക്ക് ക്ഷീണമുണ്ട്. വാട്ട്സ് റോങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും വിഷമത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം വാട്ട്സ് റോങ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വാട്ട്സ് റോങ്. ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ഐ എം ടേസ്റ്റി, ദാഹിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഒരേപോലെ പറയാവുന്നതാണ്. ഹാവ് എ ഗുഡ് ഡേ, നല്ലൊരു ദിവസം. ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ, ഐ ലവ് യു, കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സെൻറ്റൻസുകളാണെങ്കിൽ പോലും നമ്മൾ ചില സമയം ഇത് നമ്മൾ ഉപയോഗിക്കാൻ മറന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഗ്രാമർ ഒന്നും വേണ്ട. നിങ്ങളിത് സെൻറ്റൻസുകൾ ഒരു 100ഓളം സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾ കുറേ കേൾക്കുക, കുറേ വട്ടം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് സംസാരത്തിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.